മിന്നൽ മുരളിയെ വെല്ലുന്ന ഒരു മെക്കാനിക്കിനെ കുറിച്ചിട്ടാണ്. ആ മെക്കാനിക്കിനെ നമുക്ക് കാണാം. നിമിഷ നേരം കൊണ്ടാണ് ഇദ്ദേഹം കേടായ മിക്സിയും കുക്കറും ഒക്കെ ശരിയാക്കി തരുന്നത്. അഞ്ജലി വിജയകുമാറാണ് നമുക്കിപ്പോൾ ചേരുന്നത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഇത് എന്തുവാണ് സംഭവം? പുള്ളി കുക്കറൊക്കെ എടുത്ത് 2 അടി അടിക്കുന്നു, കുക്കർ ശരിയാക്കുന്നു. മിക്സി രണ്ട് തവണ ഇങ്ങനെ ആക്കുന്നു, അത് കറങ്ങുന്നു. പുള്ളി എവിടെയൊക്കെയോ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറി തിരിച്ചിറങ്ങി വരുന്നു, എല്ലാം പടപടയെന്ന് ശരിയാക്കി കൊടുക്കുന്നത്. എന്താണ് അഞ്ജലി, യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ കടയാണ്, നമുക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം. നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഈ സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം നിമിഷ നേരം കൊണ്ട് എന്തൊക്കെയോ പെട്ടെന്ന് സെറ്റാക്കുന്നു, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്സി ഓൺ ആവുന്നു. ഒരുപക്ഷെ അദ്ദേഹം നിരവധി കാലങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും വേഗത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ കൈയൊക്കെ ചലിക്കുന്നതാണെങ്കിലും നമുക്കറിയാം 1 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് എല്ലാം കൃത്യമാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എന്ത് സാധനം എവിടെ ഇരിക്കുന്നു, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കാലങ്ങളായി അദ്ദേഹം ഇത് ചെയ്യുന്നതുകൊണ്ടാവാം ഇത്രയും സ്പീഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ല ഇന്നലെ തുടങ്ങിയ ഒരാൾക്ക് ഏതായാലും ഇത്രയും പെട്ടെന്ന് സാധനങ്ങൾ ശരിയാക്കാൻ കഴിയില്ല. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം നിരവധി പേരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സാധനങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയല്ല എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം നമ്മൾ പലരും ആണെങ്കിൽ ഒരു സാധനം കേടായ അത് നന്നാക്കാൻ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കുറഞ്ഞത് 1 ദിവസമെങ്കിലും എടുക്കും ഇത് നന്നാക്കാൻ. ചില സാധനങ്ങളൊക്കെ അതിൻ്റെ ഈ കേടായ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി കുറേ ദിവസങ്ങൾ എടുക്കും, അങ്ങനെയും താമസിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കട അങ്ങനെയല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ചെറിയ കടയാണെന്ന്, വലിയ കടയൊന്നുമല്ല, ചെറിയ കടയാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചെയ്യുന്നതാണ് ഒരു സാധനം 1 സെക്കൻഡ് കൊണ്ട് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടാണ് ഇത് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ആ പ്രഷർ കുക്കർ ഇന്ന പ്രശ്നങ്ങളാണ്. അത് വന്ന കസ്റ്റമേഴ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്നതാ പ്രശ്നം. അദ്ദേഹം തന്നെ സാധനങ്ങൾ എടുക്കുന്നു, നോക്കുന്നു, ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ കണ്ടൊരു സാധനം, ആ പ്രഷർ കുക്കറിന് പ്രഷർ കയറ്റിയിട്ട് അദ്ദേഹം ശ്വാസം കൊണ്ട് അതിൻ്റെ പ്രഷർ കയറ്റിയിട്ട് പ്രഷർ ചെക്ക് ചെയ്ത്. ഇതുവരെ ഒരു മെക്കാനിക് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സേത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇതിൽ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. അതൊരു അദ്ദേഹത്തിന് സത്യം പറയാൻ ബുദ്ധിയാണ്. അതിൻ്റെ അകത്ത് എത്രമാത്രം പ്രഷർ കൊള്ളും, താനിട്ട വാഷറല്ലേ, ആ ഗ്യാസ്കറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ പ്രഷർ നിറച്ചിട്ടാണ് അദ്ദേഹം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മിക്സിയുടെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് തുറക്കുന്നു, ഇതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ആ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാവുന്നു, അത് ശരിയാക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, മിക്സി റെഡി. ഏതായാലും ഇങ്ങനെ ഒരു മെക്കാനിക്ക് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ കൃത്യമായി സ്ഥലം മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിത് നോർത്ത് ഇന്ത്യയിലാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മെക്കാനിക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിവറേജിനെ വെല്ലുന്ന ക്യൂ ആയിരിക്കും ആ കടയിൽ കാണുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തു അഞ്ജലി പറഞ്ഞതുപോലെ തന്നെ ഈ മെക്കാനിക്കിനെ എത്രയും വേഗം നമ്മുടെ നാട്ടിൽ കൂടി കൊണ്ടുവരാനായിട്ട് കഴിയട്ടെ. കാരണം ഇത്രയും വേഗമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരൊറ്റ നോട്ടത്തിൽ ഈ നമ്മൾ ചില ഡോക്ടർമാരെയൊക്കെ പറയില്ല, ഒറ്റ നോട്ടത്തിൽ ഡോക്ടർ നോക്കി രോഗിയുടെ രോഗവിവരം കണ്ടെത്തി എന്നൊക്കെ പറയില്ല. അതുപോലെ ഒറ്റ നോട്ടം കൊണ്ട് എന്താണ് ഒരു കുക്കറിൻ്റെ പ്രശ്നം എന്നൊക്കെ കണ്ടെത്തി ആ കുക്കറിനെയൊക്കെ വീണ്ടും വിസിൽ കയറ്റുന്ന ഇങ്ങനത്തെ മെക്കാനിക്കുമാരൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിൽ വരട്ടെ. ശരി അഞ്ജലി, എങ്ങനെയൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അത്.